ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഉയർപ്പിൻ്റെ അനുഭവം എന്ന് പറയുന്നത് വിശുദ്ധ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് നമ്മൾ ഈശോയോടൊപ്പം പാപത്തിന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഈ ലോകത്തിൽ അവിടുന്നോടൊപ്പം നടക്കുന്നതാണ്. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ കൃത്യമായിട്ടത് പറയും. നമ്മൾ വെള്ളത്തിൽ മുങ്ങുന്നത് പാപത്തിന് മരിക്കുന്നതിന് സദൃശമാണ്. വെള്ളത്തിൽ നിന്ന് കയറി വരുന്നത് പുതിയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ സൂചനയാണ്. പുതിയ വസ്ത്രം തരുന്നത് ആ പവിത്രമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ജീവിതത്തിൻ്റെ അടയാളമാണ്. കത്തിച്ച തിരി തരുന്നത് നമുക്ക് അത് യഥാർത്ഥത്തിൽ ഈശോയുടെ കണ്ണിലൂടെ ഇനി മുതലെല്ലാം നോക്കിക്കാണണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ, ഈശോ പറയുന്ന രീതിയിൽ, കാണുന്ന രീതിയിൽ എല്ലാറ്റിനെയും കാണാൻ കഴിയും. ആ ഉയർപ്പിൻ്റെ ആനന്ദം ഉണ്ടാവുകയും ചെയ്യും. അതുതന്നെയാണ് ഈ സ്വർഗ സൗഭാഗ്യം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും ആയിത്തീരുമ്പോഴാണ് ഈ ലോകം സ്വർഗമായിത്തീരുക. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നിത്യമല്ലാത്ത ഈ ലോകത്തിലെ സ്വർഗരാജ്യത്തിൽ നിന്ന് നിത്യമായിട്ടുള്ള സ്വർഗരാജ്യത്തിലേക്ക് മരണശേഷം പ്രവേശിക്കുന്നു. ഇതാണ് ഈ ഉയർപ്പിൻ്റെ ആനന്ദം എന്ന് പറയുന്നത്. ഇന്നത്തെ ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാചകങ്ങളാണ്. ഈ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ദൈവം ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. മോശെ എന്ന് പറയുന്ന നേതാവ് ലേവിയുടെ ഗോത്രത്തിൽ നിന്ന് പിറന്നവനാണ്. ലേവിയുടെ ഗോത്രം പുരോഹിത ഗോത്രമാണ്. പക്ഷേ മോശ പുരോഹിതനല്ല. പിന്നീട് നമുക്കറിയാം അഹറോനാണ് പുരോഹിതനായിട്ടൊക്കെ വരുന്നത്. അങ്ങനെ ഇവിടെ മോശ 40 വയസ്സ് വരെ ഫറവോയുടെ കൊട്ടാരത്തിലാണ് ജീവിച്ചത്. നമുക്കറിയാം കഥയൊക്കെ. അതിനുശേഷം എന്താ ചെയ്തത്? 40 വയസ്സ് ആകുന്ന ആ സന്ദർഭത്തിലൊക്കെ മോശ ഇങ്ങനെ പുറത്തോടെ ഇറങ്ങി നടക്കുമ്പോൾ തൻ്റെ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നത് കാണുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ഈജിപ്തുകാരനെ കൊന്നു. പിറ്റേ ദിവസം 2 ഇസ്രായേൽക്കാർ വഴക്കുണ്ടാക്കുന്ന കണ്ടപ്പോൾ അവരെ പറഞ്ഞ് മാറ്റാൻ ചെന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഇന്നലെ ഈജിപ്തുകാരനെ കൊന്നതുപോലെ ഞങ്ങളെയും കൊല്ലാമെന്നതാണോ എന്ന്. മോശയ്ക്ക് പേടിയായി. കാരണം അത് ഫറവോ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് മോശ ഓടിപ്പോവുകയാണ്, ഒളിച്ചു പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? മീദിയാൻ ദേശത്തേക്കാണ്. മീദിയാൻ ദേശം എന്ന് പറയുന്നത് ചെങ്കടൽ, അല്ലെങ്കിൽ അതെ, ഇന്ന് നമ്മൾ പറയുന്ന ചെങ്കടലിൻ്റെ അതിൻ്റെ കിഴക്കേ തീരമാണ് ഇവിടെ പറയുന്നത്. മീദിയാൻ അവിടമാണ്. ഇന്നത്തെ ഒരു പക്ഷേ ജോർദാൻ രാജ്യത്തിൻ്റെ തെക്ക് അല്ലെങ്കിൽ തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗമൊക്കെ ചേർത്ത ആ ഭാഗങ്ങളാണിതെല്ലാം. അവിടെ അങ്ങനെ മീദിയാനിൽ ചെന്നു. മീദിയാനിൽ ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജെത്രോ എന്നാണ്. ജെത്രോ. ഈ ജെത്രോയുടെ ആടുകളെ മേയിച്ച് മോശ അങ്ങനെ കഴിയുകയാണ്. മോശ കല്യാണം കഴിച്ചത് ജെത്രോയുടെ മകളെയാണ്, സിപ്പോറായ്ക്ക് അവർക്ക് 2 കുട്ടികളുണ്ടായി. അങ്ങനെ 40 വർഷം മോശ അവിടെ ജീവിച്ചു. ഇങ്ങനെ മീദിയാനിലെ പുരോഹിതനായ ജെത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി. മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നെങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്നൊന്ന് കാണട്ടെ. മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവനത് കാണുന്നതിനടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ ദൈവം അവനെ വിളിച്ചു, മോശേ മോശേ. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അവിടെ നിരളി ചെയ്തു, അടുത്ത് വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, എന്തെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം. മോശ മുഖം മറച്ചു. ദൈവത്തിൻ്റെ നേരെ നോക്കാൻ അവന് ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് എന്താ അവസാനമായിട്ട് പറയുന്നത്? അവിടെ പറയുന്നത്, ഈ ഇസ്രായേൽക്കാരെ നീ വേണവരെ പുറത്തു കൊണ്ടുവന്ന് ഞാൻ അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. മാത്രമല്ല, എന്നിട്ട് പറയുകയാണ്, അവരെ പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. ഏത് മലയിലാണ്? നിങ്ങൾ സങ്കല്പിക്കുക, ചെങ്കടൽ, അതിൻ്റെ ഒരു വശത്ത് സൗദി അറേബ്യ, ഒരു വശത്ത് ഈജിപ്റ്റ്. സൗദി അറേബ്യയുടെ ഭാഗത്താണ്
മോശ നിൽക്കുന്നത്. അവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരു മലയുണ്ട്, ഇന്നും അവിടെ ഒരു മലയുണ്ട്. അതിൻ്റെ പേര് ജബൽ അൽ മൂസ എന്നാണ്, മൂശയുടെ മല അല്ലെങ്കിൽ ഹോറേബ്. ഹോറേബ് എന്ന് പറഞ്ഞാൽ അത് ഈ സിനായ് മലനിരകളാണ്, അതിലുള്ള ഒരു ചെറിയൊരു കൊടുമുടി എന്നൊക്കെ വേണേൽ പറയാം അവിടെ. അങ്ങനെ ഹോറേബ്. അപ്പോൾ ആ ഹോറേബിൽ അവിടെ ആടിനെ തീറ്റാനായിട്ട് ആ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ചാണ് ഈ മുൾപ്പടർപ്പ് ഇങ്ങനെ ജ്വലിക്കുന്നതൊക്കെ മൂശ കാണുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത്, നീ നിൻ്റെ ചെരുപ്പഴിച്ചു മാറ്റണം, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അതായത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിലുള്ള തിന്മകൾ, അഴുക്കുകളെല്ലാം മാറ്റിക്കളഞ്ഞേ മതിയാവും. പഴയ നിയമത്തിൽ എപ്പോഴും ആവർത്തിക്കുന്നൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ ദർശനമുണ്ടാകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും ആളുകൾ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. പുരോഹിതന്മാർ ബലിയർപ്പിക്കുന്നതിന് മുമ്പായിട്ട് അവർ സ്വയം ശുദ്ധീകരിക്കണം. അന്നത്തെ രീതിയിൽ അവരെ സംബന്ധിച്ച് ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ശാരീരിക ശുദ്ധീകരണമാണ്. ജലം കൊണ്ടെല്ലാം കഴുകുക, തുണിയെല്ലാം അലക്കി വൃത്തിയാക്കുക. അതുപോലെ തന്നെ അവർ അശുദ്ധരാകാവുന്ന ചില സന്ദർഭങ്ങൾ, ശവശരീരം സ്പർശിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് അവരെ അശുദ്ധരാക്കുക. അപ്പോൾ ഈ വിശുദ്ധിയോടെ മാത്രമേ നമുക്ക് ദൈവത്തെ ദർശിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ മോശ ഇട്ടിരിക്കുന്ന ചെരുപ്പ് എന്തിൻ്റെ സൂചനയാണ്? അത് നമ്മൾ പുറത്തോടെ എല്ലാം നടക്കുമ്പോൾ ചെളിയിലും എല്ലാം ചവിട്ടി വൃത്തികേടാവും. അപ്പോൾ നമ്മുടെ കാലിനെ വൃത്തികേടാവാതിരിക്കാൻ സൂക്ഷിക്കുന്നൊരു കവചമാണ് ചെരുപ്പെന്ന് പറയുന്നത്. അതിന് ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രവേശനമില്ല. അതായത് നമ്മൾ എന്തെല്ലാം ചിലപ്പോൾ നമ്മളെ തന്നെ മറയ്ക്കാനായിട്ട് ചില കാപട്യമൊക്കെ നമ്മളെടുത്തുനിന്ന് വരും. അതൊക്കെ മാറ്റി വെച്ചിട്ട് വേണം സത്യസന്ധമായിട്ട് തുറന്ന മനസ്സോടുകൂടി വേണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലാനായിട്ട്. അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല. രണ്ട്, നമ്മൾ മരിക്കുമെന്നാണ് പറയുന്നത്. മരിക്കുമെന്ന് പറഞ്ഞ ഉടനെ തന്നെ ശാരീരികമായിട്ട് മരിച്ചു വീഴുമെന്നുള്ള അർത്ഥത്തിലല്ല, നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും. നമുക്കറിയാമല്ലോ, ഈ ശൂന്യാകാശത്തിലേക്കൊക്കെ ഇപ്പോഴത് അടുത്ത ദിവസങ്ങളിലൊക്കെ ആർട്ടിമീസ് പേടകമെന്ന് പറഞ്ഞ് അമേരിക്കയിൽ നിന്ന് വിട്ട ഒരു പേടകമുണ്ടല്ലോ, അതായത് ചന്ദ്രനെ ചുറ്റിയൊക്കെ വലം വെച്ച് വരുന്ന. അപ്പോൾ അവർക്കൊരു കുറച്ച് സമയത്തേക്ക്, അധികമൊന്നും ഉണ്ടായില്ല, എത്രയോ 45 സെക്കൻഡോ മറ്റേ അത്രയും സമയത്തേക്ക്, അത് 46 മിനിറ്റോ ഏതായാലും അത്രയും സമയത്തേക്ക് ഭൂമിയിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ വിട്ടുപോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ വിട്ടുപോയാൽ എന്താ കുഴപ്പം? അതിങ്ങനെ ഇതിലേ പോകുന്നൊരു വിവരം ഉണ്ടാവില്ല. ശൂന്യാകാശത്തിലല്ല. ഇതുപോലെ തന്നെയാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് വിട്ട് കഴിയുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ട് കഴിയുമ്പോൾ നമുക്കിങ്ങനെ വഴിതെറ്റിപ്പോകുന്നു. ഏതാണ്ട് ഒരു ഇരുട്ട് പോലെയാണ്. നമുക്കിങ്ങനെ തിരിച്ച് ശരിയായ മാർഗത്തിലേക്ക് വരാൻ കഴിയില്ല. അതിനെയാണ് ഈ മരണമെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മോശ ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെന്ന് ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ, സംസാരിക്കണമെങ്കിൽ അവൻ ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ ചാനൽ 24 മണിക്കൂർ അത് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളിപ്പോൾ മൊബൈലൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. പലപ്പോഴും നമ്മൾ ഈ കാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ ചുരത്തിലൂടെ ഇറങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ മൊബൈലിൻ്റെ റേഞ്ച് നഷ്ടപ്പെടും. അതിൻ്റെ കാരണം എന്താണ്? കാരണം ഈ മൊബൈൽ ടവറിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ, ആ തരംഗങ്ങൾ അങ്ങോട്ട് എത്തുന്നില്ല, അതിന് തടസ്സമുണ്ട്. അതുകൊണ്ടാണ് ആ സമയത്ത് നമുക്ക് ഫോൺ വിളിക്കാനൊന്നും പറ്റില്ല. ഇതുപോലെ തന്നെയാണ് നമുക്ക് നമ്മളിൽ അഴുക്കുകളുണ്ടെങ്കിൽ, തിന്മയുണ്ടെങ്കിൽ, അതെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ അടഞ്ഞു പോകുന്നതാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ മോശ ചെരുപ്പെല്ലാം മാറ്റിയിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ മോശ ചോദിക്കുകയാണ്, ഇങ്ങനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു പോയി. ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ആരാണ് എന്ന് പറഞ്ഞാൽ, എന്നെ കണ്ട് അതൊന്നും കഴിയില്ലല്ലോ എന്നാണ്. എനിക്കതെല്ലാം പഠിപ്പില്ല. കാര്യം ശരിയാണ്, ഞാൻ ഫറവോയുടെ കൊട്ടാരത്തിലാണ് വളർന്നതെങ്കിലും അന്ന് എന്നെ കൊല്ലുമെന്നുള്ള പേടി കൊണ്ട് ഞാൻ ഓടിപ്പോകുന്നില്ല. ഇനി അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആരാണ്? അവിടുന്ന് അരുളി ചെയ്ത് ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ മോശ ചോദിക്കുന്നത് ഞാൻ ആരാണ്? അപ്പോൾ പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഞാനാണ് നിന്നിലൂടെ പ്രവർത്തിക്കുന്നത്, പിന്നെ നീ എന്തിനാ പേടിക്കുന്നതാണ് ചോദിക്കുന്നത്. ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. നമ്മൾ ഓർക്കണം, നമ്മൾ ഈ ഈജിപ്തിൽ നിന്ന് അവർ പുറപ്പെട്ടു വന്നിട്ട് ഗാസ എന്ന് പറയുന്ന ഇപ്പോൾ യുദ്ധമൊക്കെ നടക്കുന്ന സ്ഥലമുണ്ട്. അതിലേ പോയാൽ പെട്ടെന്ന് ഈ കാനാൻ ദേശത്തേക്ക് ചെല്ലും, ജെറൂസലേക്കൊക്കെ ചെല്ലും. അതിന് പകരം അവർ വളഞ്ഞ വഴിയിലൂടെയാണ് പോരുന്നത്. അങ്ങനെ വളഞ്ഞ വഴിയിലൂടെ പോരുമ്പോൾ അവർ വന്നു ചേരുന്ന സ്ഥലം ഈ ഹോറേബാണ്, അല്ലെങ്കിൽ സിനായ് മലയാണ്. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ ഇവിടെ വന്ന് എന്നെ ആരാധിക്കുക. അതാണ് ഒരു തെളിവ്. പിന്നീട് പല അത്ഭുതങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവ് മോശയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഏതായാലും ഈ മോശയെ തിരഞ്ഞെടുത്തതുപോലെ തന്നെ ദൈവം നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നുണ്ട് ഈ ദൗത്യത്തിനായിട്ട്. അപ്പോൾ നമുക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഓർക്കേണ്ടത്, നമ്മളല്ല പ്രവർത്തിക്കുന്നത് നമ്മളിലൂടെ, ദൈവമാണ്, ദൈവത്തിൻ്റെ അരൂപിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഈശോ ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു ധൈര്യമുണ്ടല്ലോ. അതായത്, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക്
ഒരു സഹായകനെ ഞാൻ അയച്ചു തരും. ഈ സഹായകൻ പരിശുദ്ധാരൂപി നമ്മളോടുകൂടി എപ്പോഴുമുണ്ട്. രണ്ടാമത്തെ വായന എഫേസ്യർ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് ഓരോരുത്തർക്കും മിശിഹായുടെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി. മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നു കൂടിയല്ലേ? ഇറങ്ങിയവൻ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തവനും. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന എന്താണ്? യഥാർത്ഥത്തിൽ നമുക്ക് ഓരോരുത്തർക്കും മിശിഹായുടെ ദാനത്തിനനുസൃതമായി കൃപ തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള താലന്തല്ല. ചിലർക്ക് 5 ഉണ്ട്, ചിലർക്ക് 2 ഉണ്ട്, ചിലർക്ക് 1 ഉണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ദൈവം തന്നിരിക്കുകയാണ്. അങ്ങനെ തന്നിരിക്കുകയാണ്. അതിനാൽ അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈ ഇസ്രായേൽക്കാരുടെ, യഹൂദന്മാരുടെ ചിന്തയിൽ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ ഒന്നും പോകുന്നില്ല. പകരം ഷിയോള്, പാതാളം എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, അവിടെ പോയി കിടക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവസാനമാണ്, ലോകാവസാനമാണ് എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതെല്ലാം ഓർത്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂട്ടിക്കൊണ്ടുപോയി. ജയിലിൽ കിടന്നവരെ അല്ല, ഈ പാതാളത്തിൽ കിടന്ന ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ്. മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. അവൻ ആരോഹണം ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് കൂടിയല്ല. അതായത് ഈ അധോഭാഗം, താഴെ ഭാഗം ഈ പാതാളമാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അവിടെ കിടന്നവർക്ക് കൂടി അവൻ ഈ കൃപ കൊടുത്തു എന്നാണ്. നമുക്ക് മാത്രമല്ല എന്ന് പറഞ്ഞാൽ മരിച്ചു പോയവർക്കൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർക്കും അവൻ്റെ കൃപ കിട്ടിയെന്നർത്ഥം. ഇറങ്ങിയവൻ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തവനും. അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി. ഇത് വിശുദ്ധരെ പരിപൂർണനാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും മിശിഹായുടെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ ഒരു കെട്ടിടം പണിയുമ്പോൾ അവിടെ മരയാശാരി മാത്രമുള്ള വല്ലതും നടക്കുമൊന്നുമില്ല. അവിടെ എന്തെല്ലാം ജോലിക്കാർ വേണം. നമ്മളിപ്പോൾ പലപ്പോഴും ഈ പള്ളിയൊക്കെ പണിതിട്ട് ഞാനിങ്ങനെ വെഞ്ചരിച്ച് കഴിഞ്ഞ് അതിൻ്റെ കുർബാനയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനുവേണ്ടി സഹകരിച്ച പണിക്കാരെയെല്ലാം, കോൺട്രാക്ടറെല്ലാം ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, നിങ്ങൾക്കറിയാമത്. അപ്പോഴെന്താ അവിടെ വിളിച്ചു പറയുന്നത്? ആദ്യം തന്നെ അതിനെല്ലാം നേതൃത്വം കൊടുത്ത പണമിറക്കിയാൽ കോൺട്രാക്ടറെ ആദരിക്കുന്നു. പിന്നെ കോൺട്രാക്ടറുടെ മേസ്ത്രി ആയിരിക്കാം, അല്ലെങ്കിൽ സൂപ്പർവൈസർ ആയിരിക്കാം, അവരെ ആദരിക്കുന്നു. പിന്നീട് ഓരോ തരത്തിലുള്ള ജോലി ഏറ്റെടുത്തവർ, ആശാരിപ്പണി, മരത്തിൻ്റെ പണി ചെയ്തവർ, സ്റ്റീലിൻ്റെ പണി ചെയ്തവർ, ടൈലിൻ്റെ പണി ചെയ്തവർ, മേൽക്കൂരയുടെ പണി ചെയ്തവർ, അതുപോലെ സീലിങ്ങിൻ്റെ പണി ചെയ്തവർ, ജനലിൻ്റെ പണി ചെയ്തവർ, അൾത്താരയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചവർ, ഇങ്ങനെ പലതരത്തിലുള്ള ജോലിക്കാരാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ആ പള്ളി പണിത് ഉയർത്തിയിരിക്കുന്നത്. അതിലേതെങ്കിലും ഒന്ന് ഇല്ലാതെ വന്നാൽ ആ പള്ളി പൂർണ്ണമാകില്ല. ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ ഭൗതിക ശരീരമായ ഈ സഭയെ പണിതുയർത്തുന്ന ആരാണ്? ഞാനാണോ? ഞാൻ മാത്രമല്ല. പലപ്പോഴും ഇന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. സഭ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? സഭയല്ല ചെയ്യുന്നത്. സഭയെന്ന് പറഞ്ഞാൽ ആരാണ്? യഥാർത്ഥത്തിൽ ഈ സഭയിലുള്ള, ഈ സമൂഹത്തിലുള്ള ഓരോ അംഗവും കൂടി ചേർന്നതല്ലേ ആ പൊതുസമൂഹത്തെ, അതിനെയാണ് സഭയെന്ന് വിളിക്കുന്നത്. പിന്നെ ഞാനാരാണ്? ഈ സഭയുടെ നേതൃത്വത്തിലുള്ള ഒരാൾ, അത്രയല്ലേ ഉള്ളൂ. ഇനി നേതൃത്വം മുഴുവനും ഞാനാണ്? അതുമല്ല. ഇനി ഈ നേതൃത്വം കൊണ്ട് മാത്രമായോ? അതുമായില്ല. നമുക്കറിയാം, ഇതിനെല്ലാം ഒരു ശ്രേണിയുണ്ട്. ഏറ്റവും മുകളിൽ ഒരാളുണ്ടാവും, പിന്നെ താഴേക്ക് വരുമ്പോൾ ആളുകളുണ്ടാവും. ഈ പട്ടാളക്കാരെങ്ങനെയാണ്? അവർ ഒരു കമാൻഡർ ഇൻ ചീഫ് ഉണ്ടാവും, പിന്നെ അതിന് താഴെ റെജിമെൻറ്റുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ളതുണ്ടാവും. റോമൻ പട്ടാളത്തിലാണെങ്കിൽ ലീജിയൻ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ശതാധിപൻ, അല്ലെങ്കിൽ സഹസ്രാധിപൻ, അങ്ങനെ പലതുമുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഈ കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിലെ ഓരോ ഭാഗത്തെ പടുത്തുയർത്തുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ സഭയാകുന്ന നമ്മുടെ ഈ ശരീരം, നമ്മുടെ ഈ കർത്താവിൻ്റെ ഭൗതിക ശരീരത്തെ ഒന്നായിട്ട് കാണാനും നമ്മൾക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള കഴിവുകൾ അതെത്രയാണെന്ന് നോക്കാതെ ഈ ശരീരത്തെ ഭംഗിയായിട്ട് പണിതുയർത്താനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക. പക്ഷേ പ്രശ്നം എന്താണ്? പലപ്പോഴും നമുക്ക് പറ്റുന്നത് മറ്റവനെ കണ്ട് നമ്മൾ അസൂയപ്പെടുകയാണ്. അവനെപ്പോലെ എനിക്ക് ആകാനായിട്ട് സാധിക്കുന്നില്ലെന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെയല്ല, അവന് ദൈവം ഒരു പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവൻ അങ്ങനെയാകുന്നു. ഇപ്പം ഒരാളെ ഏതെങ്കിലും ഒരു തസ്തികയിൽ വെക്കുന്നു എന്നതുകൊണ്ട് എല്ലാവർക്കും അവിടെ ആയിരിക്കാൻ പറ്റണമെന്നില്ല. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഓരോരുത്തരുടെയും കഴിവ് വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളുടെ ആവശ്യം വ്യത്യാസമുണ്ടാകും. ഇങ്ങനെ പലതരം കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഓരോ സ്ഥലത്തും നമ്മൾ നിയമനമൊക്കെ കൊടുക്കുന്നത്. ചുരുക്കത്തിൽ ഈ സഭയെന്ന് പറയുന്നതിൻ്റെ വളർച്ച നമ്മളെ ഓരോരുത്തർക്കും നമുക്ക് കിട്ടിയിട്ടുള്ള താലന്തുകൾ പൂർണ്ണമായിട്ട് വികസിപ്പിച്ച് ഉപയോഗിക്കുമ്പോഴാണ് നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം തന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്.
അവിടെയാണ് യഥാർത്ഥത്തിൽ സ്വർഗരാജ്യം കെട്ടിപ്പടുക്കപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷ വായന. അവിടെ അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ, ആരുടെ? ഈശോയുടെയും ശിഷ്യന്മാരുടെയും. ഈശോ ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ അറിയുന്നുവല്ലോ. ഈശോ അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യം അവൻ ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിനക്കറിയാമൽ, നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ മൂന്നാം പ്രാവശ്യം അവനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് അവൻ ചോദിച്ചുകൊണ്ട് പത്രോസ് ദുഃഖിതനായൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ അറിയുന്നു. ഈശോ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. പക്ഷേ സത്യം സത്യമാ ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിൻ്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്തു. ഇത് അവൻ പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം ഈശോ അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഇവിടെ ഈ പത്രോസിനെ ശിഷ്യന്മാരുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് അവന് ഈശോയോടുള്ള ബന്ധം ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ഏതൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അവരുടെ ആ ഒരു പ്രതിജ്ഞ അത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വിവാഹിതരാകാൻ പോകുന്നവർ വിശുദ്ധ ഗ്രന്ഥം തൊട്ട് അവരുടെ ഉദ്ദേശം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. അല്ലെങ്കിൽ പട്ടം വാങ്ങിക്കാൻ പോകുന്നവർ മിത്രാൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ആ വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ സന്യസ്തരാണെങ്കിൽ അവർ വ്രതങ്ങളെടുക്കുന്നു. ചുരുക്കത്തിൽ എല്ലാ മേഖലയിലും ഇതുണ്ട്. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ഒരു ദൗത്യം ഏൽപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഉദ്ദേശശുദ്ധിയും നമ്മുടെ അതുപോലെ താല്പര്യമൊക്കെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പരസ്യമായിട്ട് ഇതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞ് ഈ പത്രോസിനോട് ചോദിക്കുക, എന്താണ് നീ എന്നെ സ്നേഹിക്കുന്നു എന്നാണ്. അത് 3 പ്രാവശ്യം ചോദിക്കുമ്പോൾ 2 പ്രാവശ്യം ഒരുപോലെയും 3-ാമത്തെ പ്രാവശ്യം വേറൊരു രീതിയിലുമാണ് ചോദിക്കുക. ഗ്രീക്ക് ഭാഷയിൽ സ്നേഹം എന്നുള്ളതിന് ഒരുപാട് പദങ്ങളുണ്ട്. മലയാളത്തിൽ വളരെ ചുരുക്കമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അർത്ഥം മുഴുവൻ മനസ്സിലാവില്ല. ചുരുക്കി പറഞ്ഞാൽ പത്രോസിനോട് ചോദിക്കുന്നത്, നിൻ്റെ തലയിൽ, ബുദ്ധിയിൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ നിൻ്റെ ഹൃദയം കൊണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതായത് ഹൃദയത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്യുക എന്നാണ്. ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ ആ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന കാര്യം അധരത്തിലൂടെ പറയുന്ന കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നീ ചെയ്യാൻ തയ്യാറാണെന്നാണ് ചോദിക്കുന്നത്. നിനക്ക് അങ്ങനെ ചെയ്യത്തക്ക രീതിയിൽ നിൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനമുണ്ടോ? ബാക്കി എന്തെല്ലാം നഷ്ടപ്പെട്ടാലും എനിക്ക് ഒരിടം നീ തരുമോ? ഇതാണ് ചോദ്യം. അതാണ് പത്രോസ് പറയുന്നത്, നിനക്കെല്ലാം അറിയാമല്ലോ, ഇനി എന്തിനാ എന്നോട് ചോദ്യം? എന്നാലും അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ഒന്നുകൂടി ചോദിച്ച് ഉറപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതന്നെ എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടാണ്. അല്ല, അങ്ങനെയല്ല. അത് നമ്മുടെ വായിൽ തന്നെ നമ്മൾ ഉറക്കെ പറഞ്ഞ് ഒന്നുകൂടി നമ്മുടെ ആ ദൗത്യ നിർവഹണത്തിനുള്ള ആ പുറപ്പാടിനെ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഉയർപ്പ് കാലത്ത് നമ്മൾ ഓർക്കുക, ഇപ്രകാരം നമ്മളോടെല്ലാം ഈശോ ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? തലകൊണ്ടല്ല, ബുദ്ധി കൊണ്ട് മാത്രമല്ല, യഥാർത്ഥത്തിൽ നിൻ്റെ ഹൃദയത്തിൽ എനിക്ക് മുഴുവൻ സ്ഥാനമുണ്ടോ? അതോ വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ നീ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം യഥാർത്ഥത്തിൽ 100% നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കർത്താവിൻ്റെ ഉയർപ്പിലുള്ള ആനന്ദം നമുക്ക് കിട്ടുക. അതിലേക്ക് കർത്താവ് നമ്മളെ നയിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.